കേൾക്കാൻ പ്ലീസ് ജോയിൻ us ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ലെറ്റ്സ് ഇൻവൈറ്റ് വെരി ഗോർജിയസ് ദിവ്യ പിള്ളെ. I'm so happy to be a part of this movie. ഒരുപാട് സന്തോഷമുണ്ട്. ഇറ്റ്സ് എ പാഷനറ്റ് മൂവി. എനിക്ക് എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി. പിന്നെ വീണ്ടും ടോബിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും തന്നെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക്ക് സൂപ്പർബ്ലി ഹാപ്പി ആൻഡ് having to share a movie with mom. It's like amazing for me. So thank you to Alan and Anup and everyone and Jean. Thank you so much. Like ഒരു എന്താ പറയാ നമ്മുടെ സിനിമയുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അത് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. ആദ്യം അച്ഛന്റെ ആ ഒരു ടൈറ്റിലായിരുന്നു, പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു വോൺ ഇറ്റ് ബൈ യുവർ സെൽഫ്. സോ എന്താണ് നമ്മളുടെ ലുലുവിനോട് വൈബിനോട് എല്ലാവരും പറയാനുള്ളത്? അല്ല, ഒരുപാട് സന്തോഷമല്ലേ. എനിക്ക് നടികളെ പറ്റിയാണ് പറയാനുള്ളത്. എന്നതാ ആഴ്ച കഴിഞ്ഞ് നടികളെ പറ്റി പറയാമെന്ന് മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്തു. അതായത് ഞങ്ങള് നടികളുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലും മഞ്ഞുമല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലും നടികളുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പൊ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോഡ് വേണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ആളാവനാണ് അച്ഛനെ വെച്ചിട്ടുള്ള ആളാണ് ചോദിക്കാറ്. ചീഞ്ചേട്ടനോട് ഏറ്റവും വലിയ നന്ദി പറയാറുള്ളത്. അവിടെ ഞാൻ ചോദിച്ചില്ല. ചീഞ്ചേട്ടന്റെ പടം കഴിയുന്നതിന് മുമ്പ് ഞാൻ പോയി. പിന്നെ എല്ലാവരോടും കളഞ്ചേട്ടൻ, അനുവേടൻ ഫ്രണ്ടിൽ തന്നെ കിട്ടിയ അനുവേടൻ തന്നെ എനിക്ക് എന്റെ ചേട്ടനെ പോലെയാണ്, പുള്ളിക്കാരൻ എന്നെ പോലെ. കാരണം എല്ലാവരും ലാലങ്ങളുടെ ഒരു മൂവിയുടെ പാട്ടാണെന്നും പറ്റിയതില് അത് നടികരുടെ ഒരു ഫസ്റ്റ് കോൾ വന്നപ്പോ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടന്റെ നീ എന്തായാലും പോയി ചെയ്യണം. കാലയോ ആദ്യത്തെ കേസൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റിനെ കാശിപ്പണ ഫസ്റ്റ് ഹിറ്റിനെ കാശിപ്പണ അപ്പൊ ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് വേണം. അപ്പൊ ഇത് നടികരും അടുത്തൊരു പരിപാടിയായി മാറാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. അല്ല, അതെനിക്ക് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഇപ്പോ മഞ്ഞുമല്ല കഥ പറഞ്ഞു, അതൊരു ഹിറ്റായി. ഇത് രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടി അല്ലേ? ഈ നമ്മുടെ എല്ലാവരും സമ്പൂർണ്ണ ആ ഒരു സ്പേസ് എല്ലാവരുടെ മനസ്സിലുണ്ട്. ലൈക്ക് നെക്സ്റ്റ് ഡോർ ബോയ്. സോ എന്താണ് നടികളുടെ വിശേഷം? ഹലോ, എനിക്കറിയാമോ എടപ്പള്ളിയിൽ നമ്മുടെ ലുലുമോളിന് പരിപാടി വെച്ച് ഞാൻ കലക്കുന്നു. കാര്യം എന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഇതും എന്റെ വീട് പോലെയാണ്. എല്ലാ ദിവസവും ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു 2 ദിവസമെങ്കിലും വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് വെച്ച് ഒരു പരിപാടി നടത്താൻ പറ്റി. ജീജന്റെ പടം നമ്മളെല്ലാരും കൂടി ചെയ്യുന്നൊരു നമ്മളൊരു കലക്കൻ സിനിമ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ നിൽക്കാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. കൂടുതൽ തല്ലിമറിക്കുന്നൊന്നുമില്ല. 3-ാം തീയതി പടം ഇറങ്ങുകയാണ്. നല്ല പടമാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള സിനിമയാണ്. സോ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു. എന്താണ് ഞങ്ങള് ബാലയുടെ ഫാമിലിയായിട്ട് തിയേറ്ററിൽ ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് നടികളെ? എന്തൊക്കെയാണ് മാത്രമല്ല, ഈ ശരിക്കും ഈ പടം പോസ്റ്റർ കണ്ടപ്പോ ഭയങ്കര അടിച്ചുപൊളി മാത്രമുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ നമ്മള് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അയാളുടെ ജീവിതമാണ് മൊത്തം നമ്മൾ കാണിച്ചു പോകുന്നത്. അയാളുടെ അപ്സ് ആൻഡ് ഡൗൺസും കുറെ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കലക്കൻ സിനിമയാണ് തടികൾ. ബേസിക്കലി ഒരു സെലിബ്രേഷൻ ഓഫ് സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടിപൊളി. ഞാൻ കുറെ സംസാരിക്കുന്ന പറഞ്ഞ ആളാണ്. ഞാൻ ചോദിച്ചിരുന്നു സോനിയുടെ സംസാരിക്കില്ല, ഞാൻ സംസാരിക്കും സൂപ്പറായിട്ട് എന്ന് പറഞ്ഞ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിച്ചത് ഹൗ ഡു ഫീൽ ലൈക്ക് എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ട് ഇവിടെ കൊച്ചിയിൽ നമ്മുടെ ലുലു മോളിൽ എത്തിയിട്ട് എനിക്കൊരു സെക്കൻഡ് ഹോം പോലെ തന്നെയാണോ ലുലു മോളിലേക്ക് വരുന്ന ഒരു സ്ഥലമാണോ? അതെ, നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെ സ്ഥലമാണ്. എപ്പോഴും വരാറുണ്ട്. അപ്പം ഇത്രയും ക്രൗഡും നമ്മുടെ പടത്തിൽ എനിക്ക് സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. നമ്മളതിനിട്ട് എഫേർട്ടിന്റെ ഒരു റിസൾട്ടായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് വിചാരിക്കും. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ മോൻ എബ്രഹമും ജോർദാനും 2 പേരും ഇവിടെ ഉണ്ട്.
അപ്പോ ആശയമുണ്ട്. ആക്ച്വലി എന്റെ ഐഡിയ എനിക്ക് കിട്ടുന്ന ആശയം എന്നാണ്. എന്റെ വൈഫാണ് രാജമാരിട്ടാണ് വൈദ്യുതി ബാഹുബലി വന്നു വില്ലനൂടെ സെറ്റാ. യെസ്, എന്തൊക്കെയാണോ നമ്മുടെ വിശേഷങ്ങൾ? താങ്ക് യു വന്നതിനെല്ലാം. നമ്മൾ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ 4 മണിക്ക് ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഇതിനടുത്ത് തന്നെ ജനം ഉണ്ടായിരുന്നു ഇവിടെ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ May 3 കമ്മിങ് ടു തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. നല്ലൊരു സിനിമയാണ്. ഈ പറഞ്ഞാല് ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് മാത്രമല്ല ചെയ്യുന്നതിനകത്ത് ഒത്തിരി ലോട്ട് ഓഫ് ലേയേഴ്സ് ടു ദ മൂവി. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രാർത്ഥിക്കണം, വിജയിപ്പിക്കണം. താങ്ക് യു. അടിപൊളി, സൂപ്പർ അല്ലേ? ഷോർട്ട് ആൻഡ് സ്വീറ്റ് നമ്മൾ ഇതിനെയാണ് പറയുന്നത്. നമ്മുടെ മൈത്രി മൂവി മേക്കേഴ്സ് ആയിട്ട് ഒരു കൊളാബറേഷൻ, അതിനെ കുറിച്ച് എന്തെങ്കിലും സ്റ്റോറി ആയിട്ട് പറയുന്നത്? മൈത്രി മൂവി മേക്കേഴ്സ് വരുന്നത് ഞങ്ങൾ ഈ പ്രോജക്ട് കൺസീവ് ചെയ്ത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ വെച്ച് പപ്പ ഒരു പ്രോജക്റ്റില് ഹി വാസ് ആക്ടിങ് ഇൻ വൺ ഓഫ് ദ മൂവീസ്. അപ്പം എന്തോ കഥ പറയുന്ന സമയത്ത് പപ്പ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഡയറക്ട് ചെയ്തേക്കുന്ന എന്റെ മകനാണ്. അപ്പം ഇവരെ ഞങ്ങൾ അതിന്റെ റൈറ്റ്സ് മേടിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പൊ കെൻ വി ഡു പ്രൊഡ്യൂസ് വൺ ഓഫ് ഹിസ് മൂവീസ് എന്ന് പറഞ്ഞപ്പോ പപ്പ വിളിച്ചു പറഞ്ഞേടാ യു ഗൈസ് ട്രൈ എ ജോബ്, സീ ഇഫ് ഇറ്റ് വിൽ വർക്ക്. അങ്ങനെയാണ് അവർ വരുന്നത്. ആൻഡ് ഗോഡ്സ് ഗ്രേസ് ഇറ്റ് ഓൾ വർക്ക്ഡ് ഔട്ട് ആൻഡ് ഇറ്റ്സ് എ ബ്രില്യന്റ് കൊളാബറേഷൻ. ഐ ഹോപ്പ് വി കൻ ക്യാരി ദിസ് ഫോർവേഡ് ആൻഡ് give excellent results. Thank you so much. Yes, thanks a lot. So, ഒരു സെക്കൻഡ് നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ല. ഓക്കെ, കാരണം നിങ്ങളുടെ രണ്ടുപേരോട് വെയിറ്റ് ചെയ്തിരിക്കുന്ന റീസൺ ഉണ്ട്. ഇപ്പൊ നമ്മള് ഒരാളെ കുറിച്ച് പറഞ്ഞു, മെയിൻ റീസൺ ബിഹൈൻഡ് ഒരു കൊളാബറേഷനൊക്കെ കാരണമായ ഒരാള്. സോ അദ്ദേഹത്തെ നമ്മള് വേദിയിലേക്ക് വിളിക്കാൻ കണ്ണ വിളിച്ച് ചിലപ്പോൾ വരില്ലാന്നറിയാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് ഒന്ന് ജോയിൻ ചെയ്താൽ ഒരു സംസാരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ ക്യാൻ യു join us? ഒരു നല്ല കൈയിലുള്ള ലാൽ ജൂനിയർ, ടീം ലാൽ ഫോളോസ്. അപ്പോ ഇതിനു മുമ്പ് വന്നത് മഞ്ഞുമൽ ബോയ്സിനോടാണ്. അപ്പൊ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് സംസാരിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എന്റെ സിനിമയാണ് ദിസ് മൈ ബേബി. ഇതിനെപ്പറ്റി ഒരുപാട് പൊക്കി പറയാനില്ല, എനിക്ക് ഒരുപാടൊന്നും പറയാനൊന്നുമില്ല, വാക്കുകളുമില്ല. അനുഗ്രഹിക്കുക, ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പബ്ലിക് ഇവന്റ്, ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത്. സോ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് പിന്നെ ജീന്റെ കൂടെ ഹനീബിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ അതിന്റെ സെയിം ടീം ടോവിനോ ആണ് പുതിയ ആള്. ഒരു ഫാമിലിയിലേക്ക് തിരിച്ചു വന്ന പോലെയാണ്. താങ്ക് യു സോ മച്ച്. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെന്റ്സ് ഉള്ള മൂവിയാണ്. എനിക്ക് തോന്നുന്നു സിനിമയെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ തീർച്ചയായിട്ടും ഈ 3-ാം തീയതി തിയേറ്ററിലേക്ക് വന്ന് കാണാൻ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് പ്രതീക്ഷകൾ ഒരുപാടാണെന്ന് നേരത്തെ പറഞ്ഞൊരു കാര്യം, ഹനീബിക്ക് ശേഷം ആ ഒരു ടീം, പക്ഷെ ആ ടീം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോ സോ നമ്മൾ എന്ത് പ്രതീക്ഷ കൊണ്ടാണ് തിയേറ്ററിലേക്ക് 3-ാം തീയതി എത്തുന്നത്? യുവർ പെർസ്പെക്ടീവ്. ജീന്റെ മൂവിയാണ്. സോ ജീന്റെ മൂവി എങ്ങനെ ഉണ്ടാവും എല്ലാവർക്കും അറിയാം. പിന്നെ അതിന്റെ മേലെ ടോവിനോ തോമസ്, സൗദർ ഷാഹിർ മൂവി. സോ അതില് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതികളെല്ലാം ഉണ്ട്. ചിരിക്കാനുണ്ട്, വിഷമിപ്പിക്കാനുണ്ട്, ചിന്തിപ്പിക്കാനുണ്ട്, എല്ലാ എലമെന്റ്സും. Okay, so once again, a big round of applause to Ravana. Thank you guys a lot for joining. ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണ്. ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ, നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുണ്ട്, പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത്. ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മള് ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മള് സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുമ്പ് എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇന്റർവ്യൂസും, ആക്ടേഴ്സിന്റെ ഒക്കെ ഓരോ ഇന്റർവ്യൂസും, ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പൊ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെയും ഒക്കെ
ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനപ്പുറം വരുന്ന ലൈഫ് എന്താണ്, നമ്മൾ ഈ കാണുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂർ ഒരു സിനിമ ഇവര് 100 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും 1 മിനിറ്റൊക്കെ ഫുട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന്റെ പിന്നില് നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവരുടെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ പ്രോസസ് ഒക്കെ നടക്കുന്നതിന്റെ ചെറിയൊരു ഐഡിയ കണ്ടിരിക്കും. ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലൊക്കെ കാണുന്നത് പോലെ ഒരു അടിച്ചുപൊളി പടം തന്നെയാണ്. പക്ഷെ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിന്റെ ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ടു വരുന്നേക്കാം, ഇടയ്ക്ക് കുറെ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും, ചിന്തിക്കാനുണ്ടായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത്. ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് സൂപ്പർ സ്റ്റാർ ആവാൻ. പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ. സുവിനും പിന്നെ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എന്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോ എന്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെയൊന്നും പറയാനായിട്ട് അങ്ങനെയൊന്നും അല്ല, അമ്മയായിട്ട് എന്ന് പറയാൻ പറ്റില്ല. മകളായിട്ട് അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ സിനിമയില് ഡേവിഡ് പടിക്കലിന്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻബാവ എന്ന് പറയുന്ന ഭാവന ചെയ്ത ക്യാരക്ടർ. കോയിൻസിഡൻഷ്യലി സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇതിലൂടെ പറയുന്നത് എന്റെ ആദ്യത്തെ നായിക കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു ഒരു റൊമാൻറ്റിക് ട്രാക്കും നായികയും ഒക്കെ കിട്ടുന്നത്. ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു. എന്തുകൊണ്ടാണ് അപ്പൊ എന്റെ ആദ്യത്തെ നായികയാണ് ഭാവന. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം. ഞാൻ ഈ ഇരിക്കുന്ന ഓർഡറിലാണ് പറയാൻ, ഹൈറാർക്കിലല്ല, നോക്കി പറയാം. പിന്നെ അനൂപ് ഞാനും തമ്മിൽ കുറെ വർഷങ്ങളായിരുന്നു നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകൾ ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ്. അപ്പൊ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളുണ്ട്. എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത്. ഈ സിനിമയ്ക്ക് 100% സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അലനും. തീർച്ചയായിട്ടും എളുപ്പമല്ല ഇങ്ങനൊരു സിനിമ ഇത്തരം സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെറ്റുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികളും നേരിട്ടപ്പോഴും കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച് അലൻ. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല, ഇടയ്ക്ക് വർക്ക്ഔട്ട് ചെയ്ത് ബോറടിച്ച് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാർട്ട്ണറായിട്ട് വരുന്ന ആളാണ്. ശരീരമൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ത്രൗട്ട് ഈ സിനിമയുടെ കൂടെ നിന്നായാലും ചന്ദ്രനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് ഞാൻ മഞ്ജുമൽ ബോയ്സിന്റെ ലൊക്കേഷനിൽ പോയപ്പോൾ ഒരു ബ്രീഫ്ലി പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സലിവേറ്റിനോട് 1-2 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലിവേറ്റിന്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലുണ്ട്. അത് ഭയങ്കര രസമുള്ള, ആരെയും പ്ലീസ് ചെയ്യാത്ത, അത്യാവശ്യം വെട്ടി തുറന്ന് എന്നാൽ ഹ്യൂമറൊക്കെ ഉള്ള നല്ല രസമുള്ള ആളാണ്. നല്ല ഭാവിയുള്ള ആക്ടറുമാണ്. ഒരുമിച്ച് അഭിനയിച്ചതിന്റെ വെളിച്ചത്തിൽ പറയാണ് ഓൾ ദി ബെസ്റ്റ്. ഗംഭീര ഓൾഡ്. ബാലു എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങള് പണ്ട് ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്പിസിന്റെ പേരും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു. പക്ഷെ എപ്പോഴും നമുക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ മോഹത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഈ സിനിമയിലാണെങ്കിലും ബാലുവും സൗഭികയും സുരേഷ് ഏട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങൾ 4 പേർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. വളരെ എൻജോയ് ചെയ്തു. ഈ ഒരു അറ്റയർ ആണെങ്കിലും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഫുൾ കളർഫുൾ അറ്റയർ ആണ്. ഒരു കളർഫുൾ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മലയാളികൾ. കാരണം നമ്മൾ തല്ലുമാല കണ്ടു. തല്ലുമാലയിൽ ഇതുപോലൊരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എത്ര മേക്ക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അല്ല, ഇതില് കുറച്ചുകൂടെ ഇതില് 3 സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കണ്ട. അപ്പൊ ആ സിനിമയുടെ ഗെറ്റപ്പുകളുണ്ട്. അതല്ലാതെ ഇയാൾ കുറച്ച് ഫ്ലാഷ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടുന്നതും അതൊക്കെ ക്യാരി ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണ് ഇയാള് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്.
ഒരു സെക്കൻഡ് ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ടുപേരെ പറ്റി പറയാൻ വിട്ടുപോയി. സൗമ്യയ്ക്ക് സുരേഷ് ഏട്ടനും അവർ രണ്ടുപേരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഈ ഫംഗ്ഷൻ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടാവണമെന്ന്. പക്ഷെ ഷൂട്ടിങ്ങിന്റെ തിരക്കായതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവര് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ചെറിഷ് ചെയ്യുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി തന്നതിൽ പ്രധാനികളായിട്ടുള്ള രണ്ടുപേരും അവർ രണ്ടുപേരുമാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളു. താങ്ക് യു സോ മച്ച്.